ഏറെ മൂന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കു ചേരുവാൻ വന്ന മധുരമുള്ള വേദനെ. വെൽക്കം. സിദ്ധേ, നമുക്ക് എല്ലാവർക്കും കൂടെ ട്രിപ്പ് പോയാലോ? ട്രിപ്പ് നമുക്ക് പോവാം. ഈ വിഷു ഒക്കെ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിലേ മൊത്തത്തിൽ കൊളായി പോകും. കുറെ നാളെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ പോണം. 5-6 ദിവസം പോണം. അമ്മായി പറന്നു വരുന്നുണ്ടല്ലേ. ഹലോ ഹലോ, എന്താണ്? ഒന്നുമില്ലെന്നോ? എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ. എന്താ കാര്യം പറ. ഒന്നുമില്ല. എന്താണ് അമ്മായി, റോട്ടി കിടന്ന് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അലമ്പുണ്ടായാ? പിന്നെ എനിക്ക് എപ്പോഴും അലമ്പുണ്ടാക്കലല്ലേ പണി. അമ്മായി ആദ്യം ഒന്ന് ശ്വാസം വിട്ടിട്ട് എന്താ സംഭവിച്ചെന്നൊന്ന് പറ. ഇവിടെ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓ, സീറ്റ് കിട്ടിയില്ലേ, അതിന്റെ വശമാണാ? സീറ്റൊക്കെ കിട്ടി. ഒരു പ്രായമായ അമ്മ വന്നപ്പോ ഞാൻ എണീറ്റ് കൊടുത്തു. അത് നല്ല കാര്യല്ലേ അമ്മായി, അതിനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കണത്? സോറി. എന്നിട്ട് ഞാൻ നിക്കുമ്പോ ഒരാളെന്റെ പുറകെ വന്ന് നിന്നു. എന്നിട്ട് അയാൾ എന്റെ കൈ പിടിച്ചു. കയ്യിൽ കയറി പിടിച്ച അപ്പൊ തന്നെ കഥ നോക്കി കൊടുക്കണ്ടേ അമ്മായി? ഞാൻ കൊടുത്താ? എനിക്കറിയായിരുന്നു അമ്മായി കൊടുക്കുമെന്ന്. അതാണ് എന്റെ അമ്മായി. എന്നിട്ട് അല്ല, അടിന്നൊക്കെ പറയുമ്പോ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു. അപ്പൊ ഒരു 5-6 പല്ല് പോയി കാണുമല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അടിച്ചപ്പോ തന്നെ ബസ് നിർത്തി ഞാൻ ഇങ്ങ് ഇറങ്ങി പോന്നു. മൈ, ഐ എം പ്രൗഡ് ഓഫ് യു. അതല്ലടേ, നമ്മളെ അനുവാദം ഇല്ലാതെ നമ്മളെ മേത്തൊരാൾ തൊടുമ്പം സങ്കടമാണോ ദേഷ്യമാണോ ഒന്നും മനസ്സിലാവണല്ല. ഇനി മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പരിചയമില്ലാത്തിട്ട് നമ്മളെ മേത്തോട് നമ്മളെ ഓർമ്മ പൊട്ടിക്കണം. പ്രതികരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രതികരിക്കണം മായി. അത് വിട്, എന്തായാലും കഴിഞ്ഞല്ലോ. അതല്ല വേറൊരു ടെൻഷൻ. ഇനി എന്താ? എടേ, ഞാൻ ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ അയാൾ എന്നെ ഫോളോ ചെയ്യണമെന്നോ ഒരു ഡൗട്ട്. അമ്മായി അടിച്ച ആളാ? അത് അമ്മയുടെ ഡൗട്ട് ആയിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഇല്ലടേ, ചിലപ്പോ റിവെഞ്ച് ചെയ്യാനാണെങ്കിലാ. അമ്മായി വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരാളും അമ്മയുടെ റിവെഞ്ച് ചെയ്യാൻ വരുന്നില്ല. അത്രേ ഉള്ളൂ. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. വീണ്ടും ആ തിരുന്നാലും വള്ളി, പുറത്തിറങ്ങിയാലും വള്ളി. അമ്മായി ടെൻഷൻ അടിക്കേണ്ട അമ്മായി. അമ്മായി ഇച്ചിരി വെള്ളം കുടിച്ച് അകത്ത് നിന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല്, അല്ലെങ്കിൽ വേണ്ട എന്നാ കട്ടൻ കുടിച്ചു. എനിക്കൊന്നും വേണ്ട. അല്ല, നമ്മൾ ന്യൂസൊക്കെ കേട്ടിട്ടില്ലേ, ഈ ആസിഡൊക്കെ എടുത്ത് ഒഴിക്കുമെന്നൊക്കെ. എനിക്ക് അതുപോലെയൊക്കെ തോന്നണടേ. അമ്മായി എന്തിനാ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ഒക്കെ ചെയ്യുന്നത്? അമ്മ ഇങ്ങ് വന്നേ, നടക്ക്. എന്താണ് മാത്രം ടെൻഷൻ അടിക്കുന്നത്? നമ്മളൊക്കെ ഇല്ലേ പിന്നെ. സിദ്ധേ, അമ്മായി ഭയങ്കര ടെൻഷനിലാണല്ലോ. അമ്മായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇങ്ങനത്തെ സീരിയസ് വിഷയത്തിലൊന്നും അമ്മായി അങ്ങനെ കള്ളം പറയൊന്നുമില്ല. കുടിച്ചേനോ? ഇപ്പോഴും ബാക്കി വേണം. എടേ, ശരി തന്നെ, ഞാൻ ഇല്ല. പക്ഷെ എടേ ഇല്ല, ഞാൻ ഈ ആഴ്ച ഒന്നും പിടിക്കണില്ല. എടേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയല്ലേ? ഇല്ലടേ. ലച്ചു, ലച്ചു, ലച്ചു. എടേ, അയാൾ അവിടെ നിക്കണ്ടേ. ആര്? ഞാൻ പറഞ്ഞില്ലേ, ബസ് വെച്ച് കണ്ട. അമ്മായി അടിച്ച ആളാ? എവിടെ നിക്കണെന്ന്? പുറത്താ? നോക്കണമല്ലോ. എനിക്ക് നോക്കിട്ട് വരാം.
ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടു എന്നാണല്ലോ അമ്മായി പറഞ്ഞേ. എനിക്ക് തോന്നണതേ അമ്മായിക്ക് തോന്നിയതായിരിക്കും. അമ്മായി അവിടെ ഇങ്ങ് ആരും ഇല്ല. എടാ ഞാൻ കണ്ടതാ. ഇവിടെ ആരും ഇല്ല അമ്മായി, ഞങ്ങൾ നോക്കി. ഇല്ല അവിടെ ഉണ്ട്. അമ്മായി വന്ന് നോക്ക്, അവിടെ ആരും ഇല്ല. ഞാൻ വരൂല, എന്നിട്ട് വേണം വല്ല ആസിഡ് എടുത്ത് എന്റെ ഒഴിക്ക്. ഇതിന് മാത്രം പേടിക്കണെന്തിനാ പറയാൻ കാണിച്ചത്. എടാ ഇല്ലടേ. അമ്മായി ഭയങ്കര ഇങ്ങനെ പേടിത്തൊണ്ടിയാ. പേടിക്കല അമ്മായി. എവിടെ? ഇല്ലടേ ഞാൻ അവിടെ കണ്ടതാ. ഇപ്പൊ അവിടെ ഉണ്ടോ? ഞാൻ കണ്ടതാ ലച്ചു. ലച്ചു, അമ്മായി ഇത്ര തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ റോഡിലൊക്കെ ഒന്ന് നോക്കിട്ട് വരാം. ആ പോയി നോക്കിട്ടോ. പോരെ? ആ അമ്മായി, ഇത് സംഭവം വേറെ ഒന്നുമല്ല. അമ്മായിയുടെ ഉള്ളില് പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരൊക്കെ അവിടെ വന്ന് നിൽക്കുന്ന പോലെ അമ്മായിക്ക് തോന്നണത്. എന്റെ പൊന്ന് ലച്ചു, അല്ല ഞാൻ കണ്ടതാ. ശരി, സമ്മതിച്ച്. അമ്മായി കണ്ട്. ഇപ്പൊ എന്തായാലും അയാൾ അവിടെ ഒന്നും ഇല്ലല്ലോ. സമാധാനപ്പെട്. എന്തോന്നത് പേടിത്തോണ്ടി വേർത്ത് കുളിച്ച് മൊത്തത്തില്. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നുമല്ല. ഞാൻ നേരത്തെ അടുക്കളയിൽ വെച്ച് പറഞ്ഞില്ലേ, അമ്മായി വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ട് ഒരാൾ അമ്മായിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന്. അയാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മായി പറഞ്ഞത്. அந்த ஆளு தானே கௌரி நல்லொரு அற வச்சு கொடுத்தான். ആ ആരോടെങ്കിലും അടിയുണ്ടാക്കാൻ കിട്ടുന്ന ഒരവസരവും എന്റെ ഗൗരിമോള് പാഴാക്കാറില്ലല്ലോ. പിന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മേത്തോട്ട് നോയിക്കൊണ്ടിരിക്കണോ? ഞാൻ പൊട്ടിക്കും. അമ്മായി, ഈ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അമ്മായിയുടെ കൂടെ. നമ്മള് പെണ്ണുങ്ങളാ, നമ്മള് വേണം നമ്മളെ സൂക്ഷിക്കാൻ. ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. സൂപ്പർ. ഏത് കാലഘട്ടത്തിലാ ജീവിക്കണത്? അല്ലെങ്കിൽ എല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിലേ വരുവുള്ളൂ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. ആ നല്ലത്. സിദ്ധോട് എന്താ നോക്കുക? അമ്മായി കണ്ട ആളെ നോക്കാൻ പോയതാ. ഞാനേ അവിടെ മൊത്തം നോക്കി, അവിടെ ആരെയും കണ്ടില്ല. എന്റെ പൊന്ന് സിദ്ധു, ഞാൻ കണ്ടതാ. ശരി, സമ്മതിച്ച്. അമ്മായി കണ്ടതാ. ഇപ്പൊ എന്തായാലും അയാൾ അവിടെ ഇല്ലല്ലോ. ഇനി വരുമ്പോ നോക്കാം. അകത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കല്ലേ. പാവം കേട്ടാ, നല്ലോണം പേടി തട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ സംഭവിച്ചതാ. ബസ്സിൽ വെച്ചേ അവളുടെ അടുത്ത് ഒരു പയ്യൻ മോശമായിട്ട് പെരുമാറി. അതിനുശേഷം അവക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ബസ്സിലൊന്നും കയറി പോകാൻ വയ്യായിരുന്നേ. ഭയങ്കര പേടിയൊക്കെയായിരുന്നു ആ ട്രോമ കാരണം. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നിങ്ങളവിടെ പോവാ? ഞങ്ങൾ ആ സവിതയുടെ അടുത്ത് വരുന്ന് പോയിട്ട് വരട്ടെ. പരദൂഷണ കമ്മിറ്റി. ആ പരദൂഷണം പറയാൻ പോവാ. എന്താ വരുന്നോ? ഇല്ല. ആ കനകം. அம்மா நம்ம எதுக்கு சவிதாவை பார்க்க இப்ப போறோம்? സവിത 2 ദിവസം കൊണ്ട് എന്നെ വിളിക്കുക. കുടുംബശ്രീയിലെ കണക്ക് നോക്കാൻ ഭവാനിയമ്മ വരുന്നില്ലയോ എന്ന് ചോദിച്ചോണ്ട്. എന്ത് ചെയ്യാ, ഞാൻ പ്രസിഡന്റ് ആയിപ്പോയില്ലേ. ஆமால, நீங்க பிரசிடென்ட் தானே. நீங்க இல்லாம எப்படி அம்மா கணக்கு பார்க்க முடியும்? അതേന്നേ, എന്റെ സാന്നിധ്യം അവിടെ ഒരു കാര്യം നടക്കത്തില്ലെന്നേ. அது எனக்கு நல்லா தெரியுமே. நீங்க சூப்பர் தானே. എന്തൊരു ചൂടായത്. ஆமா அம்மா, ரொம்ப വല്ലാത്ത வேற ചൂട്. എളുപ്പം പോയിട്ട് വരാം. என்னம்மா என்னம்மா? ഇതവനല്ലേ? யாரு? എന്റെ മാല പൊട്ടിച്ചവൻ. അവനെന്താ ഇവിടെ? ஐயோ ஆமாமா, இது அவனேதா. ഇവനെന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ഇനി പ്രതികാരം വല്ലതും ചെയ്യാൻ വന്നതായിരിക്കും. அம்மா சும்மா பயன்படுத்தாதீங்கம்மா, பயமா இருக்கு. നീ ഇപ്പൊ എന്ത് ചെയ്യും? அம்மா சவிதாவெல்லாம் அப்புறம் பார்க்கலாமா, நம்ம வீட்டுல போலாமா?
നമ്മള് തിരിച്ചു പോകുമ്പോഴേ ഇവൻ നമ്മുടെ പുറകിന് വന്നാലോ? ஐயோ அம்மா பயன்படுத்தாதீங்கம்மா. அவ இப்ப நம்மள பார்க்கலல்ல, அதனால நம்ம இப்ப கிளம்பி போலாம். നമുക്ക് തിരിച്ചു പോവാം. வாங்கம்மா. மெதுவா. വാ. അയ്യോ, വേഗം. ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യും കലകും? அம்மா எனக்கு ஒண்ணுமே தெரியலம்மா. അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വരുവോ? அதுவும் எனக்கு தெரியலம்மா. നിങ്ങൾ പോയ പോലെ തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ എന്തിനാ പോയത്? அதுக்கு நாங்க எங்கேயும் போகல லட்சு. പോയില്ല എന്താ? அந்த பையன் ரிவெஞ்ச் எடுக்க வந்திருக்கான். കണ്ട നിങ്ങൾ അവരെ കണ്ട? ഞാൻ പറഞ്ഞില്ല എന്തായാലും പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. മക്കളെ, ഈ വയസ്സെന്ന കാലത്ത് എന്നോട് പ്രതികാരം ചെയ്തിട്ട് എന്തിനാ? എന്റെ അമ്മ അമ്മയടുത്ത് പ്രതികാരം ചെയ്യാനല്ല വന്നത്, എന്റെ അടുത്ത് പ്രതികാരം ചെയ്യാനാണ് വന്നത്. അല്ല, അവർ എന്നെ അന്വേഷിച്ചു വന്നതാ. നിങ്ങൾ ആധാരക്ക് പറയണത് എനിക്കിതുവരെ മനസ്സിലായില്ലേ? അതല്ല, അമ്മുമ്മ ആധാര്യ പറയണേ. മക്കളെ, അന്നൊരുത്ത മാല പൊട്ടിച്ചോണ്ട് പോയില്ലേ, അവനെ നമ്മൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ല, നീ ഓർക്കുന്നില്ലേ? ആ, അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു, അവൻ അവിടെ വന്ന് നിപ്പുണ്ട്. അയാളാ? லட்சு, நாங்க அங்க போறதுக்கு போனோம். ஆனா அந்த பச்சை கேட்டுக்கு பக்கத்தால அவன் நிக்கிறான். அவனை பார்த்த உடனே நாங்க பயந்துட்டோம், அப்படியே ஓடி வந்துட்டோம். അപ്പൊ എന്നെ അന്വേഷിച്ച് വന്നല്ലേ? അല്ല, ഇത് വേറെ കേസാ. ആശ്വാസം. സിദ്ധു, ആ വന്നേ. ദാ എന്താന്നറിയാൻ പാടില്ല, ഇന്ന് വള്ളികളുടെ ദിവസാന്ന് തോന്നുന്നുണ്ട്. ഇത് പറ്റി. അമ്മുമ്മയുടെ മാല ഒരുത്തൻ പൊട്ടിച്ചിട്ട് നമ്മള് അയാളെ പോലീസിനൊക്കെ പിടിച്ചു കൊടുത്തില്ലേ? ആ അയാളവിടെ ഗേറ്റിനവിടെ നിൽക്കുന്നുണ്ടെന്ന്. അതിനവന് ജാമ്യം കിട്ടിയോ? അറിയാൻ പാടില്ല, കിട്ടിക്കാണുമായിരിക്കും ചിലപ്പോ. മക്കളെ, അവനിനി വന്ന് വല്ലതും ചെയ്യൂ നമ്മളെ? கண்டிப்பா செய்வாமா, அவன் பழி வாங்கத்தானே வந்திருக்கான். ആ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? അതിന് മക്കളെ, അവര് ഗുണ്ടകളാ, നമുക്കൊന്നും അവരോട് പിടിച്ചിരിക്കാനൊന്നും പറ്റിയല്ല. അമ്മുമ്മേ, നമ്മള് പ്രൊഫഷണൽ ഒന്നും അല്ലെങ്കിലും ഒരു 2-3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചിടാനുള്ള കൽപ്പൊക്കെ എന്നെ കെട്ടിയവനുണ്ട്. ഇല്ല സിധു? എനിക്കോ? ആ, ഉണ്ട് 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 ഉണ്ട്. ആ എന്നാ ഉണ്ട്. ആ, ആരും വന്നാലും കുഴപ്പമില്ല. അമ്മായി പേടിക്കാതിരി. അല്ല, ബസ്സിൽ നിന്ന് കണ്ട ആളാ? ആ, അയാളും വരട്ടെ, ആര് വന്നാലും നമ്മൾ നേരിടും. അങ്ങനെ ഇപ്പൊ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് പേടിക്കില്ലെന്ന്. പേടിക്കണ്ടെന്ന് പറഞ്ഞ് പേടിക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് ഇരുന്ന് പേടിക്കും. ഒരു വള്ളിയാണ് ദൈവമേ. എന്തായി കണ്ടോ? എന്തോന്ന് കണ്ടോന്ന്? അമ്മമ്മ അവിടെ ഒന്നും ഒരാള് പോലും ഇല്ല. മോനെ അവിടൊക്കെ നല്ലപോലെ നോക്കിയോ? ഞാൻ നല്ലപോലെ നോക്കിന്ന്. ഞാൻ കണ്ടതാ മോനെ, ഇപ്പൊ അവിടെ ഇല്ല. ഇല്ല. അമ്മുമ്മേ, ചിലപ്പോ അമ്മമ്മയ്ക്ക് തോന്നിയായിരിക്കും. ആ, എനിക്ക് തോന്നിയതാ, കനകത്തിന് തോന്നത്തില്ലല്ലോ. കനകം കണ്ടു. நானும் பார்த்தேன் லட்சு. ആന്റി കൂടെ കണ്ടോണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അവിടെ പോയി നോക്കി. അവിടെ ഇല്ല, ഞാൻ തറപ്പിച്ചു പോലെ അവിടെ ഇല്ല. അപ്പൊ അവിടെ ഇല്ല. മക്കളൊരു കാര്യം ചെയ്യാവോ? ഒരു വണ്ടി വിളിച്ചു തന്നാലേ ഞാൻ അങ്ങ് പടവളത്ത് പോയി നിൽക്കാം. അവിടെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. അല്ല, എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ ഭയങ്കര വീരശൂര പരാക്രമിയാണെന്നൊക്കെ. കളരി അറിയാം, മറ്റേതറിയാം, കുറെ അടവറിയാം. ഇപ്പൊ അടവൊക്കെ എവിടെ? ചോർന്നു പോയാ? പേടിത്തോണ്ടി. എന്തിനാ അമ്മൂമ്മ പേടിക്കണേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഇനിയിപ്പൊ എന്ത് വന്നാലും ദേ ഏറ്റുമുട്ട സിദ്ധു ഇവിടെ ഇല്ലേ? ഞാനോ? ആ, നീ തന്നെ. അമ്മമ്മ, ഞാൻ കട്ടക്കി കൊടു. മാലക്കള്ളം ദേ വരുന്നു. ஐயோ, அவனேதான். ഇവനാണ് അവൻ. ഇവനാണ് അവൻ. ഇവനെയാണ് അമ്മൂമ്മ അന്ന് കല്ലും കൊണ്ട് എറിഞ്ഞിട്ടത്. അയ്യോ, എന്ത് പേടിയാവണ്ട.
എന്താ എന്താ അവൻ വന്നിരിക്കുന്നു. ആര് അലക്കളൻ. ഇവിടെ വന്നോ? ഞാൻ പറഞ്ഞില്ലയോ അവൻ പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അമ്മേരെ മരുമോള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ഒന്നും പറ്റൂല. ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി സൂക്ഷിക്കണേ. അമ്മ ഇനി അവൻ മോഷണം ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇയാളെന്തിനാ അവിടെ തന്നെ നിക്കണേ? എവിടെ മാലം? എവിടെ അയാള്? തോന്നിക്കുന്നു. അയ്യോ, ഇയാളാണ് ബസ്സിൽ വെച്ച് എന്റെ കൈ കയറി പിടിച്ചത്. അല്ല, ഇയാളാണ് അമ്മയുടെ മാല പൊട്ടിച്ചത്. അല്ല, ഇയാളാണ് ബസ്സിൽ വെച്ച് എന്റെ കൈ കയറി പിടിച്ചത്. ഉറപ്പാണോ? ആ ലച്ചുവേ, നീ എന്തെങ്കിലും പറഞ്ഞ അയാൾ പറഞ്ഞുവിടാൻ നോക്ക്. ഞാൻ പോടും. സിദ്ധു, നിനക്ക് കാര്യം മനസ്സിലായ? എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. എടാ, അമ്മൂമ്മയുടെ മാല പൊട്ടിച്ചതും ബസ്സിൽ വെച്ച് അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചതും ഒരാളാണെന്ന്. രണ്ടും ഒരാളോ? ആ, ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ വന്നത് നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് ഹെയർ ഒക്കെ പിടിച്ച് നിന്നോ. അമ്മ, ആ ബസ്സിലുണ്ടായിരുന്നു അവൻ വന്നേക്കണ്. ஐயோ அவனும் வந்தான். ஐயோ அம்மா, அப்படின்னா இன்னைக்கு அம்மாவும் மருமாவும் இன்னைக்கே க்ளோஸ். നമസ്കാരം. നമസ്കാരം. എന്താ ചേട്ടാ ഉദ്ദേശം? തനിക്ക് കിട്ടിയൊന്നും പോരെ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജീവിതത്തിൽ കള്ളൻ എന്ന പേര് വീണ് കഴിഞ്ഞല്ലേ ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല. താൻ മായിക്കണ്ട. താൻ തലപ്പ് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ അമ്മൂമ്മയും മരുമോളെ ഒന്ന് കാണണം. ചേട്ടാ, കൈക്ക് പണിയുണ്ടാക്കാരൻ മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ നോക്കി. അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സിദ്ധുവേ, നീ പോലീസിനെ വിളി. അവര് വന്ന് വിളിച്ചാൽ ചേട്ടനെ പോവാൻ പറ്റുമല്ലോ. ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അവരെ കണ്ടിട്ടേ പോകൂ. സിദ്ധു, നീ പോലീസിനെ വിളിച്ചോ. ഇപ്പൊ എന്തായാലും ഒരു കേസും കൂടെ ആയല്ലോ, അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചതിന്റെ. അയ്യോ, ഞാനത് വേണോന്ന് വെച്ചിട്ടൊന്നും കയറി പിടിച്ചതല്ല, അറിയാതെ പറ്റിപ്പോയതാ. കണ്ട കുറ്റം ചെയ്തിട്ട് അത് സമ്മതിക്കാനുള്ള ചങ്കൂറ്റം. സൂപ്പർ. ഇയാൾക്ക് എന്തോ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പോലീസിനെ വിളിക്കണ്ടെങ്കിൽ മര്യാദയോട് പോകാൻ നോക്കി. ഞാൻ പറഞ്ഞല്ലോ, കാണാതെ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. അമ്മ, അവൻ പ്രതികാരം ചെയ്തിട്ടേ പോണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനെ വിടാൻ പാടുണ്ടോ അമ്മ? അങ്ങനെ അങ്ങ് പ്രതികാരം ചെയ്യാൻ അവനെ വിടണോ ഗൗരിയെ? വിടണ്ടമ്മ. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി. ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. വെറുതെ വള്ളി പിടിക്കാൻ നിൽക്കാറൊന്ന് പോയിത്താ. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ ഞാൻ ഉറപ്പായിട്ട് പോലീസിനെ വിളിക്കും. ഇയാൾക്ക് എന്തോടെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചേട്ടാ, 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 അമ്മ എന്തിനാ മടിച്ചേ? അവൻ പ്രതികാരം ചെയ്യാൻ വന്നല്ലേ നമ്മളോട്. അമ്മ, അയാളുടെ ബോധം പോയി. മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ചേട്ടാ, ചേട്ടോ, ചേട്ടാ, ചേട്ടോ. ஐயோ, இறந்திருப்பானோ? അമ്മൂമ്മ കൂടെ പഞ്ഞി കിട്ടാ ചെറുക്കനെ. പഴിച്ചുണ്ടോ നോക്കൂ. நீ பாரு கௌரி. ഇങ്ങനല്ലേ മനസ്സിലാ നോക്കുന്നത്? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. പഴിച്ചുണ്ട്. ഉണ്ടോ? അതൊരു കാര്യം പറയട്ടെ, ഇവിടെ കിടത്തിയ സീനാണ്. നമുക്ക് അകത്തേക്ക് എടുക്കാം. ചേട്ടാ, കേട്ടോ, കേട്ടോ, ചേട്ടാ, ചേട്ടാ, ഉമ്മ തീർന്നാ തോന്നണേ.
അമ്മൂമ്മ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് പുറകേന്ന് വന്ന് കമ്പും കൊണ്ടൊക്കെ തലക്കടിക്കാൻ നിൽക്കുന്നത്? നമ്മളോട് പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ അവനെ? നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നില്ല അവിടെ. ചേട്ടാ അയ്യോ ഓക്കെ ഓക്കെ കള്ളം ബ്രോ ഓക്കെ അല്ലേ? ഓക്കെ ആരാ എന്നെ തല്ലിയേ? ഏ ആരാ തല്ലിയെന്ന്? എന്താ അമ്മൂമ്മേ, എന്റെ തല കാണുമ്പോ എന്താ പ്രശ്നം? ഉഫ്, നല്ല അടിയായി പോയല്ലോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെ ലച്ചു പോലീസിനെ വിളി. അയ്യോ, പോലീസിനെ വിളിക്കരുത്. ഇനി എന്നെ തല്ലുകയും ചെയ്യല്ലേ. ഇനി അത് കൊള്ളാനുള്ള ശേഷി എന്റെ അകത്തില്ല. ചേട്ടാ ആദ്യം ഒന്ന് സമാനപ്പെട്ടെ, എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊന്ന് പറ. എന്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ആഹാ, എന്നിട്ടാണ് എന്റെ കൈ കയറി പിടിച്ചത്? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ കയറി പിടിച്ചതല്ല. ആഹാ, എന്റെ കൊച്ചിന്റെ കയ്യെ കയറി പിടിച്ചിട്ട് ന്യായം പറയുന്നോ? ഉമ്മ പുള്ളി പറയട്ടെ. ജയിലിൽ വെച്ച എനിക്കൊരു വെളിപാടുണ്ടായി. ആരോ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇനി മോശപ്രവൃത്തി ചെയ്യരുതെന്ന്. ആരും എന്ന് പറഞ്ഞു? மதுரை மீனாட்சி அம்மா இருக்கும். പൊന്നാറ്റൊന്ന് മിണ്ടായിരിക്കും. ചേട്ടൻ പറ. 2 ദിവസം അടുപ്പിച്ച് എനിക്ക് വെളിപാടുണ്ടായി. അത് കഴിഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി നല്ല കാര്യങ്ങളെ ചെയ്യൂന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ജാമ്യം കിട്ടി. ഓഹോ വാവ്, മിറാക്കിൾ. എന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്തായിരുന്നു ബസ്സിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടത്. എന്നിട്ട് അമ്മായിനെ കണ്ടപ്പോ ഇയാടെ വെളിപാടൊക്കെ പോയാ? അയ്യോ, അങ്ങനല്ല. ഇത് ഭവാനി അമ്മയുടെ മരുമോളാണെന്ന് എനിക്ക് അറിയാം. ഭവാനി അമ്മയോട് സോറി പറഞ്ഞേക്ക് കുട്ടി എന്ന് പറയാൻ ഞാൻ അടുത്തേക്ക് ചെന്നതാ. അപ്പൊ ഏതോ ഒരുത്തൻ പുറകെ നിന്ന് പിടിച്ചു തള്ളി. വീഴാൻ പോയപ്പം അറിയാതെ കയ്യെ കയറി പിടിച്ചതാ ഞാൻ. സിദ്ധു, ഇയാളീ പറയുന്നൊക്കെ വിശ്വസിക്കാവോ? എനിക്കറിയാം ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് വിശ്വാസം ആകില്ല എന്ന്. ഇനി എന്റെ ജീവിതം കൊണ്ട് മാത്രമേ അത് ബോധ്യപ്പെടുത്താൻ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങള്? ഇയാൾ എന്താ ചെയ്യണ്ടേ? മൈ അമ്മൂമ്മ, നിങ്ങൾ തന്നെ ഇയാളുടെ കാര്യത്തിൽ തീരുമാനം പറ. വിട്ടേക്കാം അല്ലേ ഗൗരി? ആ, ഇപ്പൊ വിട്ടേക്കാം. പക്ഷെ ഇനി ഇയാളിങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. വളരെ ഉപകാരം. ദൈവം എന്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? പെങ്ങളെ, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാമോ? ഏത് വീഡിയോ? ഞാൻ കയ്യെ കയറി പിടിച്ചതും എനിക്കൊട്ട് അടിച്ച ഒരു വീഡിയോ ഇല്ലേ? ഇനി ആ മാനക്കേടും സഹിക്കാൻ വയ്യ, അതും കൊണ്ടാ. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല. അമ്മായി എടാ, സത്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അയാൾക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന്, അത്രേ ഉള്ളൂ. സുഹൃത്തെ, അമ്മായി ആ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാളുടെ മുന്നോട്ടുള്ള നടപ്പെങ്ങനെയാണെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം ആ വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന്. കേട്ടോ? താങ്കളിപ്പോ ചെല്ല്. സോറി അമ്മ, സോറി. അമ്മായി ശരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാം? പേടിക്കണ്ട, എടുത്തിട്ടില്ല.